എല്ലാവർക്കും നമസ്കാരം. ഓണമുറ്റത്തിൻ്റെ പരീക്ഷ അടുത്തു. നമുക്ക് ഓണമുറ്റത്തിൻ്റെ വൺവീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ശ്രീ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ്. വൈലോപ്പിള്ളിയുടെ അല്ലാത്ത കൃതി ആയ കൃതി. അതുപോലെ മക്കളെ നിങ്ങളോട് ഈ പദത്തിൻ്റെ പര്യായപദം ആയത്, പര്യായപദം അല്ലാത്തത് അങ്ങനെ ചോദിക്കും. ക്വസ്റ്റ്യൻ നന്നായി വായിക്കണം, ചോദ്യം നന്നായി വായിക്കണം. ആയതും അല്ലാത്തതും ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വൈലോപ്പിള്ളിയുടേതല്ലാത്ത കൃതി ഏത്? വിട, കയ്പവല്ലരി, ആൾമറ, പച്ചക്കുതിര. ആൾമറയാണ്. മലനാട്ടിലെ വായുവിലുള്ളത് എന്ത്? മധുരോധാരം. ഈ മലനാട്ടിൻ വായുവിലുണ്ടൊരു മധുരോധാര വികാരം. മഞ്ഞാലീറനൊടുത്തൊരു പാവനഭാവം എന്നാണ് പറയുന്നത്. മഴ കൊണ്ടാലും ഏടുകൾ തോറും നിറച്ച് നിൽക്കുന്നതാര്? തുമ്പകൾ. എങ്ങനെ മലിനും കൂടെ നിറച്ച് തിരികൾ തീർത്ത് കൊളുത്താനൊറ്റ മുഹൂർത്തം കാത്തു കഴിയുന്ന മുക്കൂറ്റികൾ. നെയ്യാമ്പലുകൾ ചെയ്യുന്നതെന്ത്? ഉറങ്ങാതെ. വയലേലകൾ തോറും വെള്ളിത്താലം എടുത്ത് നിൽക്കുന്നു. നിറന്ന നിലാവൽ കമുകിൻ ഭൂരി തൂക്കിയതാര്? രാവ്. ആർപ്പ് വിളിക്കേണ്ടതാരെല്ലാം? ഉണ്ണികളെ അലകടലെ. ഒരെണ്ണം വരും, മറക്കരുത്. കുരവേടേണ്ടതാരെല്ലാം? ചെറുകന്യകളും കൊച്ചരുവികളും. പനിനീരാൽ കാല് കഴിക്കേണ്ടതാര്? ഉഷസ്. ഉഷസ്സിനോടാണ് പനിനീരാൽ കാല് കഴിക്കൂ. ആരുടെ? ഓണത്തപ്പൻ്റെ അല്ലേ. നാണത്തോട് പരിങ്ങി ഒരുങ്ങിയിടുന്നതാര്? ഉഷസ്. മനനെ എവിടേക്കാണ് ഇരുത്തേണ്ടത്? മലയാളത്തറവാടിൻ്റെ അങ്കണമണി പീഠത്തിൽ. കൊച്ചു കിനാവുകൾ തേടി അലഞ്ഞ് മലർക്കളം എഴുതി കാത്തിരുന്നതാരെ? മഹാബലിന് മനനെ വേണ്ടിയിട്ട്. പഴയ പുള്ളുവൻ ചെയ്യുന്നത് എന്തെല്ലാം? പായും കുടയും നെയ്യും പല കൈവേലകൾ ചെയ്യും. പുള്ളുവൻ നാടൻ കവിതകൾ പാടുന്നത് എന്തിന്? കറ്റ മിതിച്ച് വിതയ്ക്കുന്ന പെൺകുടിമാരുടെ മനസ്സിന് കരളുകൾ, അതായത് അവരുടെ കരളുകൾക്ക് ആഹ്ലാദം കിട്ടാൻ, കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ. പുള്ളുവൻ്റെ അടുത്ത് എപ്പോഴും ഉള്ളത് വീണപ്പെണ്ണാണ്. പാട്ടുപാടുന്നതിന് പുള്ളുവൻ കിട്ടുന്ന പ്രതിഫലം ഒന്നും മുറുക്കാൻ വെറ്റിലയോ കുറിക്കാൻ നെല്ലോ കിട്ടിയാലായി. ഓണക്കാലത്തുണരുന്നതാര്? പുള്ളുവൻ. പൂത്തറമേൽ പനയോലക്കുടയും ചൂടിയിരിക്കുന്നതാര്? ഓണത്തപ്പൻ. ഓണത്തപ്പൻ പൂത്തറമേൽ ഇരിക്കുമ്പോൾ പുള്ളുവൻ എവിടെ ഇരിക്കും? വെൺമണലിൽ. ഇനി പരിഷ്കാരത്തിൻ്റെ തിണ്ണയിലുള്ളവർ പഠിക്കുന്നത് എന്ത്? പഴമയിലെഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാമെന്ന്. ആവത് വേഗം പുള്ളുവനെ അയക്കാൻ നോക്കുന്നത് എങ്ങനെ? പഴം, അരി, പപ്പടം എന്നിവ നൽകി. ഇനി ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർക്കുക കേട്ടോ, മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ ലക്ഷ്മണസാന്ത്വനം പറഞ്ഞു, പ്രിയദർശനം പറഞ്ഞു, അമ്മ തൊട്ടിൽ പറഞ്ഞു, ഓണമുറ്റത്ത് പറഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കിനി അശ്വമേധത്തിൻ്റെയും കൂടെ ജസ്റ്റ് ഒന്ന് കവിത പറയുവാണെങ്കിൽ നിങ്ങൾക്കതൊരു ഉപകാരത്തിലേക്ക് ആവും എന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് അടുത്ത ഇതിൽ പറയാം കേട്ടോ.